ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യുഎഇയിലുണ്ടായ കനത്ത മഴ ഞങ്ങളുടെ വെക്കേഷന് പോകുന്നത് തടസ്സമാകുമോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഉദ്ദേശം വളരെ ശുദ്ധമായിട്ടുള്ള കാരണം നമ്മുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് നമുക്ക് നാട്ടിലെത്തിച്ചേരാൻ പറ്റി. ഇത്തവണത്തെ വെക്കേഷൻ എനിക്ക് ഒരുപാട് ആകാംക്ഷകൾ നിറഞ്ഞതായിരുന്നു. അതിന് രണ്ടുണ്ട് കാരണം. ഒന്ന്, 2.5 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കാരണം, അതാണ് മെയിൻ, ഞങ്ങളുടെ മോൻ്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. 18 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് വ്ളോഗുകൾ എടുക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗ് പോലും മുഴുനീളൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയ വീഡിയോകൾ ചേർത്ത് ഈ ഒരു കുഞ്ഞു വെക്കേഷൻ വ്ളോഗ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. ചെറിയ ക്ലിപ്സാണ് കേട്ടോ. അവിടെ പിന്നെ വീഡിയോസ് അലൗഡ് അല്ലല്ലോ. മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഗുരുവായൂർ ചോറ് കൊടുക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, നല്ലപോലെ ദർശനം കിട്ടി. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ള കാര്യം അറിയിച്ചു. ഞങ്ങളുടെ ആചാരപ്രകാരം 6-ാം മാസത്തിൽ കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷമാണ് അമ്മയ്ക്കും കുഞ്ഞിനും ക്ഷേത്ര ദർശനങ്ങൾ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തത്, നമ്മൾ സാധാരണഗതിയിൽ പോയി വരാറുള്ള അമ്പലങ്ങളിലെല്ലാം ദർശനം നടത്തുകയും പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലെല്ലാം പോയി തൊഴുകയും ചെയ്യലാണ്. ഇത്തവണത്തെ നമ്മളുടെ പ്രധാന വെക്കേഷൻ ഉദ്ദേശം അതുതന്നെയായിരുന്നു. വേറെ വലിയ ട്രിപ്പുകളൊന്നും നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഒന്ന്, നമ്മളുടെ മോൻ ചെറിയ കുഞ്ഞാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വേനൽ സമയത്താണ് നമ്മൾ നാട്ടിലേക്ക് പോന്നിട്ടുള്ളത്. കാരണം പറഞ്ഞല്ലോ, 6-ാം മാസത്തിലുള്ള ചോറൂണ്. അതുകൊണ്ടാണ് ഇത്രയും വേനലായിരുന്നിട്ട് കൂടി നമ്മൾ ഇത്തവണ ഈ സമയത്ത് തന്നെ നാട്ടിലേക്ക് വന്നത്. എങ്കിൽ കൂടിയും ഈ കൊച്ചു യാത്രകളിലെ ഒരുപാട് കാഴ്ചകൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഈ സിനിമകളിലൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ പച്ചപ്പും ഹരിതാഭയും അതുണ്ടല്ലോ, അത് അവൻ ഒരുപാട് വീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലുള്ള ഞങ്ങളുടെ യാത്രകളുടെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണത്തെ വെക്കേഷനിൽ ഞങ്ങൾക്ക് നല്ല വെയിലും അതിൻ്റെ ഒപ്പം തന്നെ നല്ല മഴയും കിട്ടി. വരുന്നതിൻ്റെ ഒരാഴ്ചയിൽ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന എല്ലാ കാഴ്ചകളുടെയും വിശദീകരണം ഞാൻ തരുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ പാലക്കാട് വരുമ്പോൾ മറക്കാതെ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്. പാലക്കാട് കോട്ട ഹനുമാൻ കോവിൽ, പിന്നെ ശനീശ്വരൻ കോവിൽ, കൽപ്പാത്തി അമ്പലം, വടക്കുംതറ, പിന്നെ ചെറിയ കടകൾ, അതായത് സിന്ധു കൂൾ ബാർ, റിയാസിൻ്റെ മീൻ കട, നായരേട്ടൻ്റെ കട, അതൊക്കെ മറക്കാതെ പോകാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു. വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇങ്ങനെയുള്ളൊരു കാഴ്ചയും പിന്നെ ചെറിയൊരു മഴയും ഏത് പ്രവാസിയെ ആഗ്രഹിക്കാത്തതല്ലേ? എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ ചെറിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പലരുടെയും മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്ത് കാഴ്ചകളാണെന്ന്. പക്ഷേ ഇവിടെ നിന്നൊക്കെ മാറി നിന്ന് പിന്നീട് ഇവിടെ വന്നൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പണ്ട് നടന്ന വഴിയിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇവിടത്തേക്ക് ഒരു വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കുട്ടിക്കാലം മുതൽ ഓടിക്കളിച്ച് വളർന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ അതൊരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. ഇത്തവണത്തെ വെക്കേഷനിൽ നമുക്ക് നമ്മളുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ, കസിൻസിനെയൊക്കെ കാണാൻ പറ്റുന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടി യാത്രകളും ചില ഫാമിലി ഫങ്ഷൻസും എല്ലാം കൂടി ആയപ്പോൾ തന്നെ നമ്മളുടെ വെക്കേഷനിലെ ദിവസങ്ങൾ പോയതുപോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മോന് അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയും ചേച്ചിമാരുടെ കൂടെയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ കൂടെ ഒരുപാട് നല്ല ടൈം എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു ഇത്തവണത്തെ വെക്കേഷൻ്റെ പ്രധാന ഉദ്ദേശവും. ഈ വെക്കേഷനിൽ ഞങ്ങൾ നടത്തിയ അവസാനത്തെ ഫംഗ്ഷനായിരുന്നു മോൻ്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ ആ ഫംഗ്ഷനും നമ്മൾക്ക് വളരെ നന്നായി തന്നെ നടത്താൻ പറ്റി. അവൻ ഒരുപാട് വളർന്നു വലുതായി. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമൊക്കെ തോന്നുമായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നാളെ ഭാവിയിൽ അത് നമ്മളുടെ വലിയ ഓർമ്മകൾ തന്നെയാണ്. അത് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് അത് എടുത്തു നോക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇത്തവണ നടത്തിയ എല്ലാ ഫംഗ്ഷനിലും നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം കാണാൻ പറ്റി. കുട്ടികളുടെ കളിയും ചിരിയും ഡാൻസും പാട്ടും എല്ലാം കൂടി ആയപ്പോൾ സമയം പോയതുപോലും അറിഞ്ഞില്ല. ശരിയാണ്, സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമ്മൾക്ക് പോകാനുള്ള ദിവസമാണ് അടുത്തത് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓരോ ദിവസങ്ങളും മാസങ്ങളും, എന്തിനു പറയണം, വർഷങ്ങൾ പോലും കഴിഞ്ഞു പോകുന്നു. എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. എന്തായാലും യാത്രയായപ്പോൾ എന്നോണം പോകുന്ന വഴിക്ക് ഉടനീളം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ UAE യാത്രയാവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു വെക്കേഷൻ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അതായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ വ്ളോഗായിട്ടാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തൊട്ട് മുന്നേ എടുത്ത പോലെ വലിയൊരു ഗ്യാപ്പ് എടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.